ഹേയ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പ്ലഫി ആയിട്ടുള്ള ഒരു വാനില സ്പഞ്ച് കേക്ക് ഉണ്ടാക്കിയാലോ. ഇത് കണ്ട നല്ല സോഫ്റ്റ് കേക്ക്, ഇതിങ്ങനെ തന്നെ കഴിക്കാൻ അടിപൊളിയാ. ഇപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണ് കുക്കായിട്ടുള്ളതെന്ന് ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് കട്ട് ചെയ്യാൻ പോലും പെട്ടെന്ന് തന്നെ പറ്റുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആണ് ഉള്ളിൽ. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നോക്കി ട്രൈ ചെയ്ത് നോക്ക്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കൂല. അപ്പോൾ വീഡിയോ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഞാനിതിപ്പോൾ ഓവണിലൊന്നല്ല ചെയ്തിട്ടെടുത്തിട്ടുള്ള, ഞാനിതിപ്പോൾ സ്റ്റൗ ടോപ്പിൽ ഓവൻ സെറ്റപ്പിലാണ് ഇതിപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ ഇതാ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ യെല്ലോ പാർട്ട് ഇതേപോലെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കണം. ഇതിപ്പോൾ എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ വൈറ്റ് ഭാഗം മാത്രം നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്ത് ഫ്ലഫി ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ കേക്ക് നല്ല സോഫ്റ്റ് ആയി കിട്ടും. അതുകൊണ്ടാണ് ഈ സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ അതവിടെ മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കൊരു ബീറ്റർ ഓൺ ചെയ്ത് ഇതേപോലെ നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു വൈറ്റ് പോർഷൻ മാത്രം നല്ല രീതിയിൽ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല പതഞ്ഞ് പൊന്തി വരുന്ന സമയത്ത് മാത്രമേ ബാക്കിയുള്ള സ്റ്റെപ്സ് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് ഇതേപോലെ ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിലൊന്ന് പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ വേണം നമ്മൾ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്ന ആദ്യം ഒരു 2 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്ത് ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് മിക്സായി വരുന്ന സമയത്ത് വീണ്ടും 2 ടീസ്പൂൺ കൂടി ഇതേപോലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇത് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു മഞ്ഞക്കരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നല്ലോണം തന്നെ ഒരു 2 മിനിറ്റ് ബീറ്റ് ചെയ്താൽ മതി. ഇതൊന്ന് മിക്സ് ആകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതിവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇപ്പം ഇതാ ഞാൻ ഇങ്ങനെ ഒരു ബൗൾ എടുത്ത് വെക്കുന്നുണ്ട്. ഇത് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിച്ച് ചേർക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതാ ഒരു കപ്പ് മൈദ ഇതേപോലെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു അരിപ്പ വെച്ചതിന് ശേഷം ഈ ഒരു മൈദ അതിലേക്ക് തട്ടിക്കൊടുക്കാം. ഇനി അടുത്തത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതും ഈ ഒരു മൈദയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് അരിച്ചെടുക്കണം. ഇതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ചേർത്ത ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഈ ഒരു മൈദയും എല്ലാം കൂടി ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് തന്നെ 2-3 വട്ടം ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ കണ്ടില്ല, അതിൽ 3-4 തരിയോളം ഇങ്ങനെ ഉണ്ടയായിട്ട് കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്തെല്ലോ വേസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ കേക്ക് റെഡി ആയിട്ട് വരില്ല, പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വരില്ല. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടില്ല ആ ഒരു മുട്ടേൻ്റെ ബാറ്റർ, അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ഇപ്പം അരിച്ച് മാറ്റി വെച്ചത്, ഇതിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കണം.
വല്ലാണ്ട് അങ്ങ് കുത്തി ഇളക്കി എടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ കുത്തി ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഉണ്ടായ ആ ഒരു ബബിൾസ് എല്ലാം അങ്ങ് പൊട്ടി ഒരു കേക്ക് ശരിയായി വരില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അതെല്ലാം നിങ്ങളിങ്ങനെ കുത്തി ഇളക്കിയ പോലെ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. നല്ല ഫ്ലഫി ആയിട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു മെത്തേഡ് എന്തായാലും ഫോളോ ചെയ്യണം. ഇതേപോലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഈ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാനൊരു 1/4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക. ആദ്യം കുറച്ച് മൈദപ്പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക. അതേപോലെ തന്നെ കുറച്ച് പാല്, മൈദപ്പൊടി, ആ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടെടുക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാനൊരു 1/4 കപ്പ് അളവിൽ ഓയിൽ കൂടി, സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും നല്ല രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ ഞാൻ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ കിട്ടേണ്ടത്. അധികം തിക്കാവാനും പാടില്ല, എന്നാലിട്ട് ലൂസ് ആവാനും പാടില്ല. ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് ബാറ്റർ കിട്ടേണ്ടത്. ഇപ്പം നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഓവൻ സെറ്റപ്പ് ആക്കി എടുക്കുക. ഞാനിപ്പോൾ ഒരു പഴയൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതേപോലത്തെ ഒരു റൗണ്ട് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതേപോലത്തെ ഒരു പാത്രത്തിൽ ഞാനിപ്പോൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ആ ഒരു ബൗളിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു മിക്സ് മുഴുവനായിട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം. അതിലെന്തെങ്കിലും എയർ ബബിൾസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊന്ന് കളയണോ. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു ബാറ്റർ ഇതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം. ലിഡ് വെച്ച് ക്ലോസ് ചെയ്ത് നമുക്ക് ഒരു വെയിറ്റ് ഉള്ള എന്തെങ്കിലും ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. എയർ പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. എൻ്റെ ഈ ഒരു കേക്ക് ടൈം വന്നത് ഒരു 1/2 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതാ ഒരു ഇർക്കിളി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുന്നുണ്ട്. ഉൾഭാഗമെല്ലാം നല്ല രീതിയിൽ വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആ ഒരു ഇർക്കിളി വെച്ച് കുത്തി നോക്കിയ സമയത്ത് കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ടേനു. ഞാൻ തൊട്ട് നോക്കിയ സമയത്ത് എവിടെയും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ലേനോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് വേവ് എന്ന് പറയുന്നത്. ഇതേപോലെ ഒന്ന് ടൂത്ത് പിക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഇർക്കിൾ കൊണ്ടോ ഒന്ന് കുത്തി നോക്കുന്ന സമയത്ത് അതിൽ ഒട്ടിപ്പിടിക്കുന്നൊന്നും ഇല്ലെങ്കിൽ ഇത് കറക്റ്റ് വേവായി എന്നർത്ഥം. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിത് ഇറക്കി വെക്കാം. അപ്പോൾ ഇതാ കേക്ക് ഇതാ പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെയും ബായ്, അസ്സലാമു അലൈക്കും.